പരിശുദ്ധമാകുന്ന ഖുർആനിൽ പല സ്ഥലങ്ങളിലും അല്ലാഹു തആല യുവത്വത്തിന്റെ പ്രാധാന്യം, അതിന്റെ സ്ഥാനം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ പല ചരിത്രങ്ങളിലൂടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി ആ ഒരു കാലഘട്ടം, ആ യുവത്വം എന്ന് പറയുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിന്റെ മഹത്വവും ആ കാലഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും അതിലൂടെ അല്ലാഹു തആല നൽകുന്ന പ്രതിഫലങ്ങളും സ്ഥാനങ്ങളും വ്യക്തമായി തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പരിചയപ്പെടുന്നതായിട്ട് കാണാം. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا. അല്ലാഹു തആല വ്യക്തമായി പറയാണ്, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ ثم جعل من بعد ضعف قوة. അല്ലാഹു തആല നിങ്ങൾക്ക് ഒരു ളഅഫ് തന്നിരുന്നു, ഒരു അശക്തത തന്നിരുന്നു. ആ ളഅഫിൽ നിന്നും അല്ലാഹു നിങ്ങളെ ഒരു ഖുവ്വത്തുള്ള ഒരു സമയത്തേക്ക്, നല്ല ശക്തമായ ആരോഗ്യമുള്ള ഖുവ്വത്തുള്ള ഒരു സമയത്തേക്ക് അല്ലാഹു നിങ്ങളെ ആക്കി. ثم جعل من بعد قوة. ആ ഖുവ്വത്തുള്ള ആരോഗ്യമുള്ള സമയത്തിൽ നിന്നും അല്ലാഹു തആല പിന്നീട് നിങ്ങളെ ളഅഫൻ വശൈബാ, വളരെ ബലഹീനമായ ആ ഒരു കാലഘട്ടത്തേക്ക് നിങ്ങളെ പിന്നീട് അല്ലാഹു തആല കൊണ്ടുപോയി. ഖുർആനിൽ അല്ലാഹു പറയും, അപ്പോൾ ഒരു ബലഹീനമാകുന്ന സമയത്ത് നിന്നും ശക്തമായ ഖുവ്വത്തുള്ള ഒരു ആരോഗ്യമുള്ള ശക്തമായ ഒരു സമയത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി. പിന്നീട് ആ യുവത്വത്തിൽ നിന്നും, ആ ശക്തമായ സമയത്തിൽ നിന്നും ബലഹീനതയിലേക്ക്, കഴിവില്ലാത്ത ബലഹീനമാകുന്ന ഒരു സമയത്തേക്ക് നിങ്ങൾ അല്ലാഹു തആല കൊണ്ടുപോയി. അതായത് അല്ലാഹു തആല പറഞ്ഞതിന്റെ അർത്ഥം, ബലഹീനമാകുന്ന സമയത്തിൽ നിന്നും ഖുവ്വത്തുള്ള ഒരു സമയത്തേക്ക് നിങ്ങൾ അല്ലാഹു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞു പ്രായത്തിൽ നിന്നും ചെറുപ്പകാലത്തേക്ക്, യുവത്വമുള്ള സമയത്തേക്ക് നിങ്ങൾ അല്ലാഹു തആല കൊണ്ടുപോയി. പിന്നീട് ആ യുവത്വത്തിൽ നിന്നും ബലഹീനമാകുന്ന സമയം വാർദ്ധക്യം, ആ വാർദ്ധക്യത്തിലേക്ക് പിന്നീട് അല്ലാഹു നിങ്ങളെ മടക്കി എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ, വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് അവന്റെ യുവത്വം എന്ന് പറയുന്നു. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ അവന്റെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹദീസുകളിൽ യുവത്വത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കുന്നുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ മക്കള്, നമ്മുടെ യുവാക്കളാകുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് പരിചിന്തനം നടത്തി നോക്കുമ്പോ, വർത്തമാന കാലഘട്ടത്തിൽ അവരുടെ ജീവിതം അവർ മാറ്റിവെച്ചത് നോക്കുമ്പോ, വർത്തമാന കാലഘട്ടത്തിൽ യുവത്വത്തിന്റെ സമയത്ത് അവരുടെ ആ പ്രാധാന്യമുള്ള സമയം ചെലവഴിക്കുന്ന അവസരങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി പഠിപ്പിക്കുന്ന ആ പാഠ്യപദ്ധതിയിലേക്ക് ചേർത്ത് നോക്കുമ്പോ മനസ്സ് വല്ലാതെ വേദനിച്ചു പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നൽകുന്ന സ്ഥാനം കണ്ടു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുവാക്കൾക്ക് നൽകിയ വലിയ പരിഗണന, അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്.
യുവതലമുറകൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സയ്യിദിന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, യഗ്തനിം ഖംസൻ ഖബല ഖംസ്, 5 കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് മറ്റ് 5 കാര്യങ്ങളെ നിങ്ങൾ ഐശ്വര്യമുള്ളതാക്കണം. 5 അവസരങ്ങൾ, 5 അവസ്ഥകൾ നിന്നിലേക്ക് വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങളെ നിങ്ങൾ കൈമുതലാക്കണം, ഐശ്വര്യമുള്ളതാക്കണം, അത് മുതലാക്കണമെന്ന് സയ്യിദിന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അവിടുന്ന് പറയുന്നു, ശബാബക ഖബല ഹറമിക വസിഹ്ഹതിക ഖബല സഖമിക വഗിനാക ഖബല ഫഖരിക വഫറാഗക ഖബല ശുഗ്ലിക വഹയാതക ഖബല മൗതിക. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ശബാബക ഖബല ഹറമിക, എടോ നിനക്കൊരു സമയത്ത് നരവരുന്നൊരു സമയമുണ്ടല്ലോ, വാർദ്ധക്യം നിന്നിലേക്ക് വരുന്നൊരു സമയമുണ്ട്. ആ വാർദ്ധക്യം വരുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വമുണ്ടല്ലോ, ആ യുവത്വത്തിനെ നീ കൈമുതലാക്കണം, നീ ഐശ്വര്യമുള്ളതാക്കണം, നീ പ്രയോജനപ്പെടുത്തിയെടുക്കണമെന്ന് സയ്യിദിന മുഹമ്മദുർ റസൂലുള്ളാഹി. ചെറുപ്പകാലം, ആ യുവത്വകാലം വാർദ്ധക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ്, വാർദ്ധക്യം നിന്നെ പിടികൂടുന്നതിന് മുമ്പ് നിന്റെ ശക്തിയെല്ലാം ഇല്ലാതായി പോകുന്നൊരു സമയം, നന്നായി ഒന്ന് നടക്കാൻ കഴിയാത്തൊരു സമയം, ഒന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സമയം, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സമയം നിനക്ക് വരാനുണ്ട്, വാർദ്ധക്യ സമയം. ആ വാർദ്ധക്യ സമയം നിന്നിലേക്ക് പിടിപെടുന്നതിന് മുമ്പ് അല്ലാഹു നിനക്ക് തന്ന യുവത്വമുണ്ടല്ലോ, ശബാബക ഖബല ഹറമിക, ആ വാർദ്ധക്യം വരുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വത്തിനെ നീ മുതലാക്കണമെന്ന് സയ്യിദിന മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ വലിയ സ്ഥാനം കൊടുക്കുകയാണ്. യുവത്വ സമയം, ആ യുവത്വ സമയം നീ മുതലാക്കണമെന്ന് പറഞ്ഞാൽ നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള രൂപത്തിലേക്ക് നിന്റെ യുവത്വത്തിന് നീ മാറ്റണം, നിന്റെ ചെറുപ്പകാലത്തിന് നീ മാറ്റണം. സയ്യിദിന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നു, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ പ്രത്യേകമാകുന്ന തണൽ ലഭിക്കുന്ന 7 വിഭാഗമാണുണ്ടല്ലോ. നാളെ മഹ്ശറ വൻസഭയിൽ ഒരുമിച്ച് കൂടുമ്പോ കയ്യെത്താ ദൂരത്തോളം സൂര്യനെ അല്ലാഹു തആല കൊണ്ടുവരുന്നൊരു സമയമുണ്ട്. അതേ വിയർപ്പിനാൽ മുങ്ങിക്കിടക്കുന്ന സമയമുണ്ട്. ആ വലിയ ഭയാനകരമാകുന്ന മഹ്ശറ വൻസഭയിൽ അല്ലാഹു തആല 7 വിഭാഗം ആളുകൾക്ക് അവന്റെ അർശിന്റെ തണല് കൊടുക്കുമെന്ന് സയ്യിദിനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന ആ മഹ്ശറയിൽ വലിയ സഹായം ഉണ്ടാകുന്ന ആ അർശിന്റെ തണൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ വേണമെന്ന് നമുക്ക് എന്താണ് വേറെ വേണ്ടത്? അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അർശിന്റെ തണൽ കിട്ടുന്ന വിഭാഗത്തിൽ ഏതെങ്കിലും വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണയല്ലോ, ഞങ്ങളെ കുടുംബങ്ങളെ നീ ഉൾപ്പെടുത്തണയല്ലോ. മുത്തിന്റെ വിധങ്ങൾ 7 വിഭാഗം ആളുകളെ പറഞ്ഞപ്പോ ഒന്നാമതായി അവിടുന്ന് പറഞ്ഞു, വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം അത് യുവാക്കളാണ്, യുവത്വത്തിന്റെ പ്രായമുള്ളവരാണ്. നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, തന്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ വളർന്ന യുവാവ്.
അള്ളാഹുവിന്റെ ഇബാദത്ത് എടുത്തുകൊണ്ട് വളർന്ന യുവാവ്, അതായത് ദുനിയാവിൽ ജീവിച്ചപ്പോൾ, ഈ ഭൂമി ലോകത്ത് ജീവിച്ചപ്പോ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച യുവാവുണ്ടോ? നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത യുവാക്കളുണ്ടോ? ദീനിന് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്ത യുവാക്കളുണ്ടോ? മഹല്ലത്തിന് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്ത യുവാക്കളുണ്ടോ? അവന്റെ യുവത്വ സമയം നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചവരുണ്ടോ? നാട്ടിലുള്ള സാധുക്കൾക്ക് വേണ്ടി ചെലവഴിച്ചവരുണ്ടോ? മഹല്ലത്തിൽ ഒരു മരണം നടക്കുമ്പോ അവിടുത്തെ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്യുന്ന യുവാക്കളുണ്ടോ? ശാബൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ഇബാദത്തിലായി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച യുവത്വം ചെലവഴിച്ച യുവാക്കൾ, അവർക്ക് നാളെ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാറു, അവർ നല്ല സമയങ്ങളിൽ ധാരാളം ഇബാദത്ത് എടുത്തവരുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തവരുണ്ട്, നാടിനും മറ്റുള്ളവർക്കും ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്തവരുണ്ട്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടങ്ങളാകുന്ന ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരാ, നാളെ നിനക്ക് അർശിന്റെ തണൽ ലഭിക്കണോ? ഈ നശ്വരമാകുന്ന ദുനിയാവിൽ നിന്ന് നീ യാത്ര പറഞ്ഞ് ഖബറിലൂടെയുള്ള ജീവിതത്തിലൂടെ നീ നാളെ മഹ്ശറയിലെത്തുമ്പോ, അല്ലാഹുവിന്റെ മുന്നിലെത്തുമ്പോ, ആ റബ്ബിന്റെ സമക്ഷത്തിൽ നിനക്ക് അർശിന്റെ തണൽ ലഭിക്കണോ? നിന്റെ യുവത്വ സമയം നല്ല കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചു, അല്ലാഹുവിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് നീ മാറ്റിവെച്ചോ, മഹല്ലത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീ ചെലവഴിച്ചോ, ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീ ചെലവഴിച്ചോ, സാധുക്കളെ സഹായിക്കുന്നതിന് വേണ്ടി നീ ചെലവഴിച്ചോ, ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളുമായി നീ ചെലവഴിച്ചാൽ അല്ലാഹുവിന് വേണ്ടി ഇബാദത്തിനായി സൽക്കർമ്മങ്ങൾ ചെയ്ത യുവാക്കളുടെ ലിസ്റ്റിൽ നിങ്ങൾക്ക് പെടാൻ കഴിയും. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ മഹ്ശറയിൽ നിൽക്കുമ്പോ കോടാനകോടി ആളുകൾ, അല്ലാഹുവിന്റെ പടപ്പുകളാകുന്ന കോടാനകോടി മനുഷ്യർ ഒരുമിച്ച് കൂടുമ്പോ, അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദിനാ വ ഹബീബുനാ മുസ്തഫാനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, ലാ തസൂലു ഖദമ ബിനി ആദം, ഒരു മനുഷ്യനും നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് അവന്റെ കാല് രണ്ടും ചലിപ്പിക്കില്ല. അല്ലാഹുവിന്റെ കോടതിയിൽ ഒരൊറ്റ നിൽപ്പ് തന്നെയാണ്. അല്ലാഹുവിന്റെ വിധി കാത്തുകൊണ്ട് നിൽക്കുകയാണ്. അവന്റെ വിധി കാത്തുകൊണ്ട് ഇങ്ങനെ സമയങ്ങളോളം ദീർഘമായി നിൽക്കുമ്പോ, ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് അവന്റെ രണ്ട് കാലുകളും ചലിപ്പിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ 5 ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ, അല്ലാഹു തആലയുടെ 5 ചോദ്യങ്ങൾക്ക് അവന് പൊരുത്തമുള്ള തൃപ്തികരമാകുന്ന മറുപടി പറയാതെ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് 2 കാലം നീ ചലിപ്പിക്കില്ല എന്ന് സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിനെ പഠിപ്പിക്കുക, അൻ ഉംദിഹി ഫീമാ അഫ്നാ വഅൻ ശബാബിഹി ഫീമാ അബ്ലാ. 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഒന്ന് അൻ ഉംദിഹി ഫീമാ അഫ്നാ, നീ ദുനിയാവിൽ എത്ര വർഷം ജീവിച്ചു? 40, 50, 60, 70, 80
അങ്ങനെ പോയി 90-100 വർഷമൊക്കെ ദുനിയാവിൽ ജീവിച്ചല്ലോ. അൻ ഉംരി ഫീമാ അഫ്നാ, അല്ലാഹു നിനക്ക് തന്ന ആയുസ് നീ എന്തിനു വേണ്ടിയാണടാ ചെലവഴിച്ചതെന്ന് അല്ലാഹു എന്നോടും നിങ്ങളോടും ചോദിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് മറുപടി പറഞ്ഞേ പറ്റൂ. അല്ലാഹു ദുനിയാവിൽ നിനക്ക് ജീവിക്കാൻ കുറെ വർഷങ്ങൾ തന്നു. നീണ്ട വർഷം നീ ദുനിയാവിൽ ജീവിച്ചു എങ്കിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നീ നിൽക്കുമ്പോ നിൽക്കുന്ന 2 കാൽപാദങ്ങളും അവിടെ നിന്ന് ചലിപ്പിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഒരു ചോദ്യം, നീ ജീവിച്ച കാലഘട്ടം ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. മറുപടി പറയണം, നമുക്ക് പറഞ്ഞേ തീരൂ. പിന്നെ അടുത്തൊരു ചോദ്യമുണ്ട്, നിന്റെ യുവത്വമുള്ള സമയം, ആ യുവത്വമുള്ള സമയത്ത് ആ യുവത്വം നീ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നൊരു ചോദ്യം അല്ലാഹുവിന്റെ കോടതി ചോദിക്കുന്നു. അല്ലാഹുവിന്റെ ജഡ്ജ്മെന്റ് ചോദിക്കുന്നു. അവിടെ മറുപടി പറഞ്ഞേ പറ്റൂ. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഈ ചോദ്യത്തിന് ഞാനും നിങ്ങളും മറുപടി പറഞ്ഞേ പറ്റൂ. മറുപടി പറയാത്ത കാലത്തോളം ആ മൈസറയിൽ നിന്ന് നിനക്ക് അനങ്ങാൻ കഴിയില്ല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നോക്ക്, നബി തങ്ങൾ പരിചയപ്പെടുത്തിയപ്പോൾ ആയുസ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ യുവത്വം വന്നില്ലേ? നീ എത്ര വർഷം ജീവിച്ചു, ആ ജീവിച്ച കാലം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന ചോദ്യത്തിൽ തന്നെ യുവത്വം വന്നു. പക്ഷേ നബി തങ്ങൾ പറയാ, പിന്നെ അവിടെ എടുത്തു ചോദിക്കും, നിന്റെ യുവത്വം നീ എന്തിനു വേണ്ടി വിനിയോഗിച്ചു. അപ്പൊ യുവത്വത്തിന് വലിയ സ്ഥാനമുണ്ട്. ആ യുവത്വ സമയം നീ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നീ വിനിയോഗിക്കണം. നിസ്കരിക്കാൻ വേണ്ടി നീ മാറ്റിവെക്കണം. നീ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കണം. മഹല്ലത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നീ മാറ്റിവെക്കണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അല്ലാതെ ആഫിയത്ത് കണ്ടപ്പോൾ മദ്യപിക്കാൻ വേണ്ടി പോകുന്നവരോട്, ഹറാമാകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നവർ, നാളെ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയണം, നിനക്ക് തന്ന ആരോഗ്യം മദ്യപിച്ച് നീ നശിപ്പിക്കാനുള്ളതാണോ? അല്ലാഹു തആല ചോദിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി തൃപ്തികരമാകുന്ന മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. യുവത്വത്തെ കുറിച്ച് ചോദിക്കും. ഇസ്ലാം യുവത്വത്തിന് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറു അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. അബലനായിരിക്കുന്ന സമയത്ത്, വാർദ്ധക്യമുള്ള സമയത്ത് അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഒരു ഖവിയായ യുവത്വത്തിലുള്ള ഒരു മുഅ്മിനായ മനുഷ്യൻ. മനസ്സിലാക്കണം ചെറുപ്പക്കാര്, വെറുതെ പറയുന്നതല്ല. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറു വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. പ്രായാധിക്യത്തിൽ ധാരാളം ഇബാദത്ത് എടുക്കുന്ന, വലിയ പ്രായം ചെന്നപ്പോൾ ധാരാളം ഇബാദത്ത് എടുത്ത് നിസ്കരിച്ച് നോമ്പെടുത്ത് ഇബാദത്തിലായി മുഴുകി ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനേക്കാൾ അല്ലാഹു തആലയ്ക്ക് വലിയ ഇഷ്ടം യുവത്വമുള്ള സമയത്ത് അവനിക്ക് വേണ്ടി ഇബാദത്ത് എടുക്കുന്ന ഒരു മുഅ്മിനായ ചെറുപ്പക്കാരനെയാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. എന്നിട്ട് ഇവർ പറഞ്ഞു, ഫീ കുല്ലി ഖൈർ, എല്ലാവരിലും നന്മയുണ്ട്. കുട്ടിക്കാലത്തായാലും ചെറുപ്പകാലത്തായാലും വാർദ്ധക്യം ചെന്നപ്പോഴായാലും എല്ലാത്തിനും നന്മയുണ്ട്, എല്ലാത്തിനും പ്രതിഫലമുണ്ട്, എല്ലാത്തിനും അല്ലാഹുവിന്റെ സ്വീകാര്യതയുണ്ട്. എന്നാലും ഈ ചെറുപ്പകാലം യുവത്വകാലത്ത് ചെയ്യുന്ന ഇബാദത്തിനെയാണ് അവർക്കാണ് അല്ലാഹുവിന്റെ വലിയ ഇഷ്ടമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ നമ്മുടെ യുവത്വം എന്റെ പ്രിയപ്പെട്ട പിതാക്കളോട് ഓർമ്മപ്പെടുത്തട്ടെ,
നമ്മളെ ചെറുപ്പക്കാരാകും നമ്മുടെ മക്കളെ ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നാം വിനിയോഗിക്കണം. വെറുതെ കള്ളിന്റെയും മദിരാശയുടെയും ചൂതാട്ടത്തിന്റെയും മയക്കുമരുന്നിന്റെയും അനാവശ്യമാകുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ മാറ്റരുത്. അതിലേക്ക് നമ്മൾ തിരിച്ചുവിടരുത്. അല്ലാഹുവിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന യുവത്വമുള്ള ചെറുപ്പക്കാരാകണം നമ്മളെ ചെറുപ്പക്കാർ. മഹാനാകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ഇന്നി ലഅക്റഹു അൻ അറാ ശാബൻ ഫാരിഗ അൻ അറാ ശാബ ഫാരിഗൻ ലൈസ ഫീ അമൽ ദുനിയാ ليس في عمل الدنيا ولا في عمل الآخرة. മാനാകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ദുനിയാവിന്റെ കാര്യങ്ങൾ അതായത് ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാത്തവർ ചിലരുണ്ടല്ലോ. വെറുതെ ടൗണുകളിലും ജംഗ്ഷനുകളും ബസ് സ്റ്റോപ്പുകളിലും കവലകളിലും ഇരുന്ന് സമയം പാഴാക്കുന്നവർ, ഒരു ജോലിക്കും പോകാത്ത യുവാക്കൾ, തൊഴിലുമായി ബന്ധപ്പെടാത്ത യുവാക്കൾ, വാപ്പയുടെ സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അവരെ കുറിച്ച് മഹാനാകുന്ന ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുക, ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യാപൃതരാകാത്തവരും നാളെ പരലോകത്തേക്ക് വേണ്ടി ദുനിയാവിൽ വെച്ച് അധ്വാനിക്കാത്തവരുമാകുന്ന ചെറുപ്പക്കാർ ഉണ്ടോ? നാളെ ആഖിറത്തിൽ വിജയിക്കാൻ ആവശ്യമാകുന്ന സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെടാത്ത ചെറുപ്പക്കാരും ദുനിയാവിന്റെ ജീവിതത്തിൽ ഉപജീവന മാർഗത്തിന് വേണ്ടി അധ്വാനിക്കാത്ത ചെറുപ്പക്കാരെ അവ രണ്ടുപേരെയും കാണുന്നതിന് ഞാൻ വെറുക്കുന്നു. അവരെ കാണൽ തന്നെ എനിക്ക് വെറുപ്പാടുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനാകുന്ന ഉമർ തങ്ങൾ പറയുകയാ, അതുകൊണ്ട് മഹാന്മാരുടെ വെറുപ്പ് സമ്പാദിക്കുന്ന ചെറുപ്പക്കാരിൽ നമ്മുടെ ചെറുപ്പക്കാര് വരാൻ പാടില്ല. അതുകൊണ്ട്